റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുന്നത് വൈസ് പ്രസിഡന്റ് അവിടെ വന്ന മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചതുൾപ്പെടെയുള്ള പ്രോഗ്രാം ഷെഡ്യൂളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അതായത് അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായി കൈക്കൊണ്ടിരുന്നു. പക്ഷേ പെരുന്നയിൽ നിന്ന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ ആ പ്രോഗ്രാം ഷെഡ്യൂൾ വീണ്ടും റിവൈസ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിൽ ഇമാനുവൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനിൽ ഇമാനുവൽ, പെരുന്നയിൽ നിന്ന് ഇങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം, ഒരുപക്ഷെ ഏറ്റവും കർക്കശമുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്തിന് ഉപരാഷ്ട്രപതി വരുമ്പോൾ അത് ഇവിടെ അറിയിച്ചിട്ടല്ല എടുത്ത തീരുമാനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൽ പ്രാഥമികമായ ഉത്തരവാദിത്തമില്ല, ഇവിടെ ഇതാണ് രീതി എന്ന തുറന്ന പ്രഖ്യാപനമാണ്. തീർച്ചയായിട്ടും ആ തുറന്ന പ്രഖ്യാപനം തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും NSS തയ്യാറാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാനാവില്ല. കാരണം ലേബി സജീന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1990കളിലെ അനുഭവം മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുമ്പിലുണ്ട്. രാജ്യത്തിന് പ്രധാനമന്ത്രി വന്നപ്പോഴാണ് അന്നുണ്ടായ കോലാഹലം. അത് ഇപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. ദീർഘനാൾ അക്കാര്യത്തിൽ വിവാദം ഉണ്ടാവുകയും പിന്നീട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു സമവായത്തിന് ദൂതന്മാരെ അയച്ചു പോലും NSS-ഉമായി സംസാരിക്കാൻ ശ്രമങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം മാതൃകകൾ മുമ്പിലുള്ളതുകൊണ്ട് തന്നെ, അനുഭവങ്ങൾ മുൻപിലുള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ കടുംപിടുത്തത്തിന് ആരും തയ്യാറായേക്കില്ല. NSS-ഉമായി ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഇടയുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കും. പക്ഷേ അതിനൊപ്പം തന്നെ സമവായത്തിനുള്ള ശ്രമം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രാജ്യത്തിന്റെ രണ്ടാമത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു സുകുമാരൻ നായർ പറയുന്നത് പോലെ തന്നെ വിവാദത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉപരാഷ്ട്രപതിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ ഒരു നിലപാടും എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാലത്തിന് ശേഷം 96-ലെ ചരിത്രം ഓർത്തെടുത്ത് വെക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ സന്ദർശനാനുമതി നിഷേധിച്ചു എന്നുള്ള ഇപ്പോഴത്തെ വാർത്ത നാളത്തെ ചരിത്രമാണ്. തീർച്ചയായിട്ടും എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അത് ചരിത്രമായി മാറും. അത് വളരെ സത്യമാണ്. കാരണം NSS-ഉമായി നമുക്കറിയാം, NSS-ന് അക്കാലത്ത് സുകുമാരൻ നായർ ആയിരുന്നില്ല NSS-ന്റെ ജനറൽ സെക്രട്ടറി, അന്ന് നാരായണ പണിക്കരായിരുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു കടുത്ത നിലപാടിലേക്ക് പോവുകയായിരുന്നു. അന്ന് പിൻഗാമികളായി വന്ന സുകുമാരൻ നായരും ഒക്കെ ഈ നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ NSS-നോട് ഇത്തരം കാര്യങ്ങളിൽ NSS-നോടുള്ള സമീപനം വളരെ സൂക്ഷിച്ച് വേണമെന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് അവർ കാര്യത്തിൽ കൊടുക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ രാഷ്ട്രീയമായി പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനമാണ്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ അവരേറ്റവും മായി കരുതുന്ന ഒന്നായി അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണിത്. മന്ന സമാധിയിലേക്ക് അങ്ങനെ ആർക്കും വെറുതെ വന്ന് കയറാൻ കഴിയില്ല. നേരത്തെ ലേബി സജീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ, TV പ്രസാദ് സൂചിപ്പിച്ചതുപോലെ അക്കാര്യത്തിൽ വളരെ നിഷ്ഠ അവർ പുലർത്തുന്നുണ്ട്. മുൻപ് പ്രധാനമന്ത്രിക്കൊപ്പം വന്ന ഉദ്യോഗസ്ഥർ ബൂട്ടിട്ട് കയറി എന്നുള്ളതായിരുന്നു അന്നത്തെ വിവാദം. അതൊന്നും അത്തരം കാര്യങ്ങൾക്ക് കർശനമായ നിഷ്ഠകൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അണുവിട വ്യതിചലിക്കാൻ NSS നേതൃത്വം തയ്യാറാകുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. അന്നും അങ്ങനെ വ്യതിചലിച്ചിട്ടില്ല, ഇന്നും അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ മാധു പറഞ്ഞത് വരുംകാല ഇതൊരു ചരിത്രമായി തന്നെ അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇപ്പോൾ പുതുക്കിയ പ്രോഗ്രാം ഷെഡ്യൂൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസ് പുറത്തിറക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് പ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നാളെ ഉച്ചയ്ക്കാണ് ഈ പരിപാടി നടക്കേണ്ടത്. ഇനി ഒരുപാട് ചർച്ചകൾക്കും മറ്റുമുള്ള സാഹചര്യം അവസരം ഇനി ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തോടൊപ്പം തന്നെ NSS-ന്റെ തീരുമാനത്തോട് സഹകരിച്ച് തന്നെ ഉപരാഷ്ട്രപതിയുടെ ഓഫീസും നീങ്ങാനാണ് സാധ്യത. അതനുസരിച്ച് തന്നെയാണ് ഉദ്യോഗസ്ഥർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ. കാരണം NSS ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം ലേബി സജീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ ഉപരാഷ്ട്രപതിക്ക് അനുമതിയില്ല. കടുത്ത തീരുമാനവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.